ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അദ്ദർസു സാലിസ് അഷ്റ മസായിലുൽ ഫിഖ്ഹിലെ 13ാമത്തെ പാഠം ഹൽ ലിയബ്ദി മിൻ തതവ്വു. എന്താണ്? അല്ലാഹു തആല മലക്കുകളോട് പറയാണ്, എൻ്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ എന്ന് പരിശോധിക്കൂ എന്ന്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഈ ബോക്സ് നമുക്ക് വായിക്കാം. എന്താണ്? റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കുന്ന മാസമാണത്. എഴുത്തിക്കാഫ് ജലസയിൽ മഹല്ല് കാളി പറഞ്ഞു. അദ്ദേഹം തുടർന്നു, എഴുത്തിക്കാഫ് വളരെയധികം പുണ്യമുള്ളതാണ്. റമളാനിലെ എഴുത്തിക്കാഫിന് പ്രതിഫലം വളരെ കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാന 10 ദിവസവും പ്രത്യേകം ഇഅ്തികാഫ് ചെയ്യാറുണ്ടായിരുന്നു. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഈ മസ്ജിദിൽ അല്ലാഹു തആലാക്ക് ഇഅ്തികാഫ് ചെയ്യാൻ ഞാൻ കരുതി എന്ന് നിയത്ത് ചെയ്യുക കാളി നിർദ്ദേശിച്ചു. അപ്പോൾ റമളാന് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഏത്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനൊക്കെ വരാം. അപ്പോൾ ഈ ബോക്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം എക്സാമിന്. അപ്പോൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കണം. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് ഒരു നന്മക്ക്. പിന്നെ എഴുത്തിക്കാഫിരിക്ക റമളാനിൽ എന്താണ് നിയത്ത് ചെയ്യേണ്ടത്? നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. റമളാനിലെ ഇഅ്തികാഫിന് പ്രത്യേക പ്രതിഫലമുണ്ട്, മനസ്സിലാക്കുക. ഈ മസ്ജിദിൽ അല്ലാഹു തആലാക്ക് ഇഅ്തികാഫ് ചെയ്യാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് ചെയ്യേണ്ടതെന്ന് കാളി പറയാണ്. ഇവിടെ എന്താ പറയുന്നത്? റമളാനിൽ സുന്നത്തുകൾ ധാരാളം ചെയ്യണം. സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലമുള്ള മാസമാണിത്. ഒരു സുന്നത്ത് ചെയ്താൽ ഫർളുകളുടെ പ്രതിഫലം ലഭിക്കുന്ന മാസം ഏതാണ്? റമളാന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു തആല പറഞ്ഞു, ഫർളായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊന്നും കൊണ്ട് എന്നിലേക്ക് ഒരാളും അടുത്തിട്ടില്ല. അതിനു പുറമെ സുന്നത്തുകൾ കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും. അവൻ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകും. പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകും. അവൻ വല്ലതും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അവൻ കാവൽ തേടിയാൽ ഞാൻ സംരക്ഷണം നൽകും. അപ്പോൾ സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അല്ലാഹു തആല അവൻ്റെ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും ഒക്കെ അല്ലാഹു തആലയാകും. അവൻ ചോദിച്ചാൽ അല്ലാഹു തആല കൊടുക്കും. കാവൽ തേടിയാൽ സംരക്ഷണം നൽകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്താണ്? വിചാരണ വേളയിൽ ഫർളുകളിലെ കുറവുകൾ കണ്ടാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, എൻ്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ എന്ന് പരിശോധിക്കൂ. സുന്നത്ത് കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. സുന്നത്തുകൾ കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കപ്പെടും. സുന്നത്തുകൾ അധികരിപ്പിച്ചാലുള്ള ഗുണമെന്ത്, ശ്രേഷ്ഠത എന്ത് എന്നൊക്കെ ചോദ്യം വന്നാൽ എന്ത് എഴുതാം നമുക്ക്? സുന്നത്തുകൾ കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും ഒക്കെ അല്ലാഹു ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താണ്? സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് എന്തിനാണ്? സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ 2 വിധമുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ 2 വിധമുണ്ട്. ഏതൊക്കെയാണ്? ജമാഅത്ത് സുന്നത്തുള്ളതും ജമാഅത്ത് സുന്നത്തില്ലാത്തവയും. ജമാഅത്ത് സുന്നത്തുള്ളവയും ഇല്ലാത്തവയും മനസ്സിലാക്കുക. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട്. അതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ 2 വിധം എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. സുന്നത്ത് ജമാഅത്ത് ഉള്ളത്, സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്തായിട്ടുള്ളത് ഏതൊക്കെയാണ്? 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്ർ നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുള്ളവയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. അതിൽ ജമാഅത്തായിട്ടുള്ള സുന്നത്തും കൂടി ലഭിക്കുന്നത് എന്തിനാണ്? 2 പെരുന്നാൾ നിസ്കാരം,
ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, തറാവീഹ്, റമദാനിലെ വിത്തർ. റമദാനിൽ മാത്രമാണ് വിത്തറിന് ജമാഅത്ത് സുന്നത്തുള്ളത്. അല്ലാത്തപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് വിത്തർ, മനസ്സിലാക്കുക. പിന്നെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, ലുഹ, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീന്, തസ്ബീഹ് നിസ്കാരം, ഇതൊക്കെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നായി പഠിക്കുക. എന്തായാലും എക്സാമിന് വരുന്നതാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ നിന്ന് 2 എഴുതുക, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാം. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചൊക്കെ എഴുതണം. സുന്നത്തില്ലാത്ത ചോദിച്ചത് മുഴുവൻ എഴുതണം. അപ്പോൾ അത് ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം. നമ്മളിവിടെ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം തന്നെ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞേ. എന്താണ് റവാത്തിബ്? എന്താണ്? നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം. മനസ്സിലാക്കുക. അപ്പോൾ ഒറ്റവാക്കിൽ ഉത്തരാക്കിയതാണ് എന്താണ്? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അവ 22 റക്അത്തുകളാണ്. 22 റക്അത്തുകളാണ് റവാത്തിബ് നിസ്കാരം. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് 22 റക്അത്താണ്. എപ്പോഴൊക്കെയാണത്? ളുഹറിൻ്റെ മുമ്പ് 4, മനസ്സിലാക്കുക. ളുഹറിൻ്റെ ശേഷം 4. അപ്പോൾ 4 4 8ആയി, മനസ്സിലാക്കുക. പിന്നെ അസറിൻ്റെ മുമ്പ് 4, 8 4 12ആയി. മഗ്രിബിന് മുമ്പ് 2, 12 2 14. ശേഷം 2, അപ്പോൾ 16. ഇശാഇന് മുമ്പ് 2, 18. ശേഷം 2 20. സുബ്ഹിൻ്റെ മുമ്പ് 2 22. അപ്പോൾ 22 റവാത്തിബ് സുന്നത്തുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 4. അസറിൻ്റെ മുമ്പ് 4, മഗ്രിബിന് മുമ്പ് 2, ശേഷം 2. ഇശാഇന് മുമ്പ് 2, ശേഷം 2. സുബ്ഹിൻ്റെ മുമ്പ് 2. ഇതാണ് റവാത്തിബ് സുന്നത്തായ 22 റക്അത്ത്. മനസ്സിലാക്കുക. ഇവയിൽ മുഅക്കദായത് 10 റക്അത്താണ്. 22 റക്അത്തിൽ മുഅക്കദായത് 10 റക്അത്താണ്. മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ളുഹറിൻ്റെ മുമ്പും ശേഷവും 4 റക്അത്ത് പറഞ്ഞു. അപ്പോൾ 10 റക്അത്ത് ആവുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ളുഹറിൻ്റെ മുമ്പ് 2, ശേഷം 2. മഗ്രിബിന് ശേഷം 2. അസറിന് ഇല്ല ഇവിടെ. മഗ്രിബിൻ്റെ ശേഷം 2ആണ്. ഇശാഇന് ശേഷം 2. സുബ്ഹിന് മുമ്പ് 2. അങ്ങനെയാണ് മുഅക്കദായത് 10 റക്അത്ത്. 22 നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മുഅക്കദായ 10 റക്അത്തെങ്കിലും എടുക്കൽ എന്താണ്? ശക്തമായ സുന്നത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. കൂടുതൽ നിസ്കരിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാലിൽ നീര് വന്നിരുന്നു. ഇത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു? അങ്ങ് പാപ സുരക്ഷിതരല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? അഫലാ അകൂനു അബ്ദൻ ശക്കൂറ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. ആരോട് പറഞ്ഞു? സന്ദർഭം വിശദീകരിക്കാനൊക്കെ വരാം. എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സുന്നത്തുകൾ കൂടുതൽ വർദ്ധിപ്പിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വന്നപ്പോൾ ആയിഷ ബീവി ചോദിച്ചതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് അഫലാ അകൂനു അബ്ദൻ ശക്കൂറ എന്ന്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കാം. അല്ലാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ, ആമീൻ. അഫലാ അകൂനു അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? അർത്ഥം എഴുതാൻ വരാം, സാര എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക. നമുക്ക് നക്ര എന്ന് പറഞ്ഞ ഭാഗത്ത് തന്ന ഈ ബോക്സ് നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കാം. എന്തായാലും 2 ചോദ്യം ഇതിൽ നിന്ന് വരാം, മനസ്സിലാക്കുക.
നിസ്കാരത്തിൻ്റെ പേര്, അതിൻ്റെ സമയം, അതിൻ്റെ റക്കായത്തുകൾ. നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, പെരുന്നാൾ നിസ്കാരം, തറാവീഹ്, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടി, വിത്തർ, റവാത്തിബ് നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, ലുഹാ നിസ്കാരം, അവ്വാബീന്, തസ്ബീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. ഇതൊക്കെ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ റക്കായത്തുകളുടെ എണ്ണൊക്കെയാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. എന്താണ് പെരുന്നാൾ നിസ്കാരം? പെരുന്നാൾ നിസ്കാരം സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. 2 റക്കായത്താണ്. അപ്പോൾ ഇവിടെ ചോദ്യം വരെ എങ്ങനെയാണ്? സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹർ വരെയുള്ള നിസ്കാരം ഏത്? ചോദ്യം വന്നാൽ നമുക്ക് എഴുതാനോ ടിക്ക് ചെയ്യാനൊക്കെ വരാം. പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരം എത്ര റക്കായത്ത്? അങ്ങനെയും ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം 2 റക്കായത്ത്. അപ്പോൾ അതുപോലെ എല്ലാ ചോദ്യവും മനസ്സിലാക്കി പഠിക്കുക. ഞാനിവിടെ വായിക്കുന്നുള്ളൂ, ഇതുപോലെ പറയുന്നില്ല, മനസ്സിലാക്കുക. തറാവീഹ്. തറാവീഹ് റമളാനിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹ് വരെയാണ്. അതിൻ്റെ സമയം 20 റക്കായത്താണ്. 20 റക്കായത്താണ് തറാവീഹ്. അടുത്ത ഗ്രഹണ നിസ്കാരം. ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ്. ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോഷ്യലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം. അപ്പോൾ ഗ്രഹണം തുടങ്ങിയത് മുതൽ അത് അവസാനിക്കുന്നത് വരെയാണ് ആ നിസ്കാരത്തിൻ്റെ സമയം. അത് 2 റക്കായത്ത്. പിന്നെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം. എന്തിനാണ് നമ്മൾക്ക് മഴ വേണ്ടി വരിക? വെള്ളം ആവശ്യമുള്ളപ്പോഴാണ്. കുടിക്കാൻ, കൃഷി ആവശ്യം, എല്ലാത്തിനും നമുക്ക് വെള്ളം വേണം. വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരമുണ്ട്, അത് 2 റക്കായത്ത്. അപ്പോൾ അത് സമയം, പ്രത്യേക സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് അതിൻ്റെ സമയം, വെള്ളം ആവശ്യമുള്ളപ്പോൾ. മനസ്സിലാക്കാം. അടുത്തത് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരം ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെയാണ് വിത്റിൻ്റെ സമയം. ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹ് വരെയാണ് വിത്റിൻ്റെ സമയം. നമ്മൾ നേരത്തെ പറഞ്ഞു റമളാനിൽ അത് ജമാഅത്തായിട്ട് സുന്നത്തുണ്ട്. മനസ്സിലാക്കുക. വിത്ർ 11 റക്കായത്താണ്. വിത്ർ 11 റക്കായത്താണ്. വിത്റിൽ കുറഞ്ഞ രൂപം, പൂർണ്ണ കുറഞ്ഞ രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിത്റിൻ്റെ ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ വിത്ർ 11 റക്കായത്താണ്. മനസ്സിലാക്കാം. ഇനി റവാത്തിബ് നിസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സമയം തന്നെ നമ്മൾ ഫർള് നിസ്കരിക്കുന്ന ഫർളായ 5 നിസ്കാരങ്ങൾ, സുബ്ഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ആ 5 നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ് നിസ്കാരം. അത് 22 റക്കായത്ത്. മുഅക്കദായത് 10 റക്കായത്ത്. അതങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ചോദ്യം നമുക്ക് എന്താ? റവാത്തിബ് സുന്നത്തുകൾ എത്രയെന്ന് വെച്ചാൽ 22 റക്കായത്ത്. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ എത്രയെന്ന് വെച്ചാൽ 10 റക്കായത്ത്. മനസ്സിലാക്കാം. ഇനി തഹിയ്യത്ത് നിസ്കാരം. തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് 2 റക്കായത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് തഹിയ്യത്ത്. അത് 2 റക്കായത്താണ്. മനസ്സിലാക്കാം. ഇനി ലുഹാ നിസ്കാരം. ലുഹാ നിസ്കാരം സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെയാണ്. സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെയാണ്. അത് 8 റക്കായത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കുക നന്നായിട്ട് കേട്ടോ. ലുഹാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴും എത്ര റക്കായത്താണ്? 8 റക്കായത്ത് സുന്നത്തുള്ള നിസ്കാരം ഏത്? ചോദ്യം വരാം. ഏതാണ്? ലുഹാ നിസ്കാരം. മനസ്സിലാക്കി പഠിക്കുക. ബാക്കിയൊക്കെ 2, 20, 22 ഒക്കെയാണ്. മനസ്സിലാക്കുക. പിന്നെ ഏതാണ്? അവ്വാബീൻ നിസ്കാരം. അവ്വാബീന് അത് മഗ്രിബിനും ഇശായിനും ഇടയിലാണ്. അത് 20 റക്കായത്താണ്. അവ്വാബീന് മഗ്രിബിനും ഇശായിനും ഇടയിലുള്ള നിസ്കാരമാണ്. 20 റക്കായത്താണ്. മനസ്സിലാക്കുക. ഇനി തസ്ബീഹ് നിസ്കാരം. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. തസ്ബീഹ് നിസ്കാരത്തിന് പ്രത്യേക സമയമില്ല. അത് 4 റക്കായത്താണ്. മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തഹജ്ജുദ്. തഹജ്ജുദ് നിസ്കാരം ഇശായിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കണം. ഇശായിന് ശേഷം അല്പം ഉണർന്നതിന് ശേഷം നിസ്കരിക്കുക, സുബ്ഹിന് മുമ്പായിട്ട്. മനസ്സിലാക്കുക. അതാണ് തഹജ്ജുദ് നിസ്കാരം. പാതിരാത്രിയിൽ ഉള്ള നിസ്കാരം തഹജ്ജുദ്. മനസ്സിലാക്കുക. അപ്പോൾ അതിന് നിശ്ചിത എണ്ണമൊന്നുമില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നിസ്കരിക്കുക. മനസ്സിലാക്കുക. നിശ്ചിത എണ്ണമില്ലാത്ത നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ അത് ചാർട്ട് നന്നായിട്ട് പഠിക്കട്ടെ എല്ലാവരും.
ഇവിടെ മീനിങ്സ് ഒക്കെ പഠിക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നമുക്ക് തദ്രിബാത്തിൽ എന്താ വരുന്നത്? താഴെയുള്ള ബോക്സ് പൂർത്തിയാക്കി കൊടുക്കണം. ഇത് ജദ്വല എന്താണ്? റവാത്തിബ് സുന്നത്തുകൾ രേഖപ്പെടുത്തിയ ചാർട്ട് തയ്യാറാക്കാനാണ്. കുറഞ്ഞ രൂപവും പൂർണ്ണ രൂപവും എഴുതണം. ആദ്യം ലുഹറിൻ്റെ മുമ്പ് ശേഷം കുറഞ്ഞ രൂപം 2 പൂർണ്ണ രൂപം അത് 4 റക്അത്താണ്. നമുക്ക് എഴുതിയ മദ്രസയിലെ ബുക്കൊന്നും ഇവിടെ കാണിക്കാം. ലുഹറിന് മുമ്പ് 2 ശേഷം 2. പൂർണ്ണ രൂപം മുമ്പ് 4 ശേഷം 4. അസറിന് മുമ്പ് കുറഞ്ഞതിൽ ഇല്ല, കുറഞ്ഞ രൂപത്തിൽ മുമ്പ് ശേഷവും ഇല്ല. പൂർണ്ണ രൂപത്തിൽ അസറിന് മുമ്പ് 4 റക്അത്ത് ഉണ്ട്. അപ്പോൾ അത് എഴുതാം. പിന്നെ മഗ്രിബ് കുറഞ്ഞതിൽ മഗ്രിബിന് ശേഷം 2 മുമ്പില്ല, മനസ്സിലാക്കുക. പിന്നെ പൂർണ്ണ രൂപത്തിൽ മുമ്പും ശേഷവും 2 റക്അത്ത് വീതം അടയാളപ്പെടുത്താം. അടുത്ത് പിന്നെ ഇഷാഇന് മുമ്പില്ല, ശേഷം 2 റക്അത്താണ് കുറഞ്ഞ രൂപം. അതായത് മുഅക്കദായ 10 റക്അത്ത് എന്ന് പറഞ്ഞതാണ് ഈ കുറഞ്ഞ രൂപം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇഷാഇന് ശേഷം 2 റക്അത്താണ് പൂർണ്ണ രൂപം, അതായത് 22 റക്അത്ത് എന്ന് പറഞ്ഞ റവാത്തിബ് സുന്നത്തുകൾ. അപ്പോൾ അതിൽ മുമ്പും ശേഷം 2 റക്അത്ത് വീതമാണ് ഇഷാഇൻ്റെ, മനസ്സിലാക്കുക. ഇനിയാ സുബ്ഹിന് മുമ്പ് 2 റക്അത്ത് കുറഞ്ഞ രൂപത്തിൽ, അത് പൂർണ്ണ രൂപത്തിലും മുമ്പ് 2 റക്അത്ത് തന്നെയാണ്. സുബഹിക്ക് ശേഷം സുന്നത്തുകളൊന്നും ഇല്ല. പിന്നെ ലുഹ നിസ്കാരമാണ് നമുക്ക് സുബ്ഹിന് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ബോക്സ് നന്നായി മനസ്സിലാക്കി പൂരിപ്പിക്കുക. അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം. റവാത്തിബ് സുന്നത്തുകൾ 22, കുറഞ്ഞത് മുഅക്കദായത് 10. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി എന്താ ചോദ്യം? എന്താ? സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടം എന്ത്? സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടം നമ്മൾ കുറേ കാര്യങ്ങൾ പാഠബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഈ ബോക്സിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടമാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വായിക്കുന്നില്ല, അത് മനസ്സിലാക്കാം. പിന്നെ എന്താ കൂടെ നമുക്ക് എഴുതാം? വിചാരണ വേളയിൽ ഫർളുകളിലെ കുറവുകൾ കണ്ടാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, എൻ്റെ അടിമക്ക് സുന്നത്തുകളുണ്ടോ എന്ന് പരിശോധിക്കൂ, സുന്നത്ത് കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ അവിടെ വന്ന ആൻസർ, ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി. സുന്നത്തുകൾ കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും. അപ്പോൾ വിശദീകരിക്കാനായിട്ടൊക്കെ വന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞതും ഇതൊക്കെ കൂട്ടിയിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടം എന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചേർത്തിട്ട് എഴുതാം. അപ്പോൾ നമുക്കിവിടെ സുന്നത്തുകൾ കൊണ്ട് ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും എന്ന് എഴുതി ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, റവാത്തിബ് സുന്നത്തുകൾ എന്നാൽ എന്ത്? എന്തായിരുന്നു റവാത്തിബ് സുന്നത്തുകൾ എന്നാൽ? ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, അതാണ് റവാത്തിബ് സുന്നത്തുകൾ. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, അതാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ. അടുത്തത്, റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്തുണ്ട്? റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്താണ്? അവ 22 റക്അത്തുകളാണ്. പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് വർക്ക് ബുക്കിലേക്ക് തെറ്റില്ലാതെ നോക്കി എഴുതുക. ഞാനിവിടെ എഴുതിയിടുന്നില്ല. അപ്പം അത് എല്ലാം നിങ്ങളെ പാഠബുക്കിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചാൽ എന്താണ്, എഴുതിയത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അക്ഷരം ഒക്കെ ക്ലിയർ ഇല്ലാത്തവർ. അവർക്ക് അവരെ പാഠബുക്കിൽ നോക്കിയിട്ടും കൂടി നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉമ്മമാർക്കൊക്കെ കഴിയും. അതുകൊണ്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ട് പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെച്ച് ചോദ്യത്തിൻ്റെ നമ്പർ അവിടെ ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണെങ്കിൽ 3 ആൻസറിൻ്റെ അവിടെ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്കെന്താ, വർക്ക് ബുക്കിൽ എഴുതിയത് ചിലപ്പം കുട്ടികൾക്ക് തന്നെ വായിക്കാൻ കഴിയാത്ത രീതിയിൽ എഴുതുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് പാഠബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചത് നോക്കിയിട്ട് കുട്ടികളെ എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഉമ്മമാർക്ക് പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അത് റവാത്തിബ് സുന്നത്തുകൾ 22 റക്അത്തുകളാണ്.
അടുത്തതാ മുഅക്കദായത് എത്ര റക്അത്താണ്? റവാത്തിബ് സുന്നത്തുകളിൽ നിന്ന് മുഅക്കദായത് എത്ര റക്അത്താണ്? അവ 10 റക്അത്തുകളാണ്. മുഅക്കദായത് 10 റക്അത്തുകളാണ്. 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്പർ ഇട്ട് അടയാളപ്പെടുത്തി വെക്കുക. മുഅക്കദായത് 10 റക്അത്തുകളാണ്. അടുത്തെന്താണ്? ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെ? ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? അടയാളപ്പെടുത്തി നമ്പർ ഇട്ടോളേ. 5ാമത്തെ ചോദ്യം 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്ർ നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുള്ളവയാണ്. 5ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ മനസ്സിലാക്കുക. അടുത്തത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെ? ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. എന്താണ്? റവാത്തിബ് സുന്നത്തുകൾ. 6ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്പർ ഇടാം. റവാത്തിബ് സുന്നത്തുകൾ ലുഹ, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീന്, തസ്ബീഹ് എന്നിവ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ്. അടയാളപ്പെടുത്തി അവിടെയൊക്കെ എഴുതാം. അടുത്ത ചോദ്യം എന്താണ്? സുന്നത്തായ 5 കാര്യങ്ങൾ പേരെഴുതാനാണ്. ഇവിടെ നഖം മുറിക്കുക എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് 5 കാര്യങ്ങൾ നമ്മൾ എഴുതണം. എന്താണ്? നമുക്ക് എന്ത് എഴുതാം? കുളിക്കുക, കുളിക്കൽ സുന്നത്തായ കാര്യമാണ്. തലമറക്കുക, പുരുഷന്മാർക്ക് തലമറക്കൽ സുന്നത്താണ്. അതുപോലെ എന്താണ്? മുടി വെട്ടുക, മുടി വെട്ടുക, കുളിക്കുക, മുടി വെട്ടുക, പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, രണ്ടും ഒന്നാണ്. ഏതെങ്കിലും ഒന്ന് എഴുതാം. വെള്ളവസ്ത്രം ധരിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, തലമറക്കുക. അപ്പം അങ്ങനെ 5 കാര്യങ്ങൾ എഴുതിയത് കംപ്ലീറ്റ് ആക്കുക. തലമറക്കുക, നഖം മുറിക്കുക, നഖം മുറിക്കുക ഇവിടെ ഉണ്ട്, കുളിക്കുക, മുടി വെട്ടുക, വെള്ളവസ്ത്രം ധരിക്കുക, തലമറക്കുക, ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പം അത് മനസ്സിലാക്കി എഴുതുക. അടുത്ത എന്താണ്? നുബയ്യിന് സിയാക്ക്, സന്ദർഭം എഴുതാനാണ്. എന്താണ്? ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അത് ആ ഭാഗത്ത് നോക്കിയിട്ട് പാഠബുക്ക് നോക്കിയിട്ട് എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. കൂടുതൽ നിസ്കരിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാലിൽ നീര് വന്നു. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അങ്ങ് പാപസുരക്ഷിതരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? അപ്പോൾ അതവിടേക്ക് മുഴുവനായിട്ട് എടുത്ത് എഴുതാം. ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? അപ്പോൾ അത് മനസ്സിലാക്കുക. നംലൗൽ ഫറായ് വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണ്? സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. ഏറ്റവും പ്രതിഫലമുള്ളത് സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരം നമുക്ക് അവിടെ എഴുതാം. അടുത്ത എന്താണ്? പരലോകത്ത് സുന്നത്തുകൾ കൊണ്ട് ഫർലിലെ കുറവുകൾ പരിഹരിക്കും. അപ്പോൾ ഇവിടെ ഫർള് എന്ന് എഴുതി കൊടുക്കാം. ഫർളുകളിലെ മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി എഴുതാം. ഫർളുകളിലെ കുറവുകൾ പരിഹരിക്കും സുന്നത്തുകൾ കൊണ്ട്. അടുത്ത എന്താണ്? നക്റഉ വനക്തുബു, വായിക്കുക, പകർത്തെഴുതുക. തറാവീഹ്, ലുഹ, വിത്ർ, മസ്ജിദുൻ, തഹജ്ജുദുൻ, അവ്വാബീൻ, തഹിയ്യത്ത്, സുരക്ഷിതൻ, സാക്ഷി, പുണ്യം, പെരുന്നാൾ, വിചാരണ, മുമ്പ്, ശേഷം, വർദ്ധിപ്പിക്കുക. ഇതൊക്കെ വായിച്ചിട്ട് ഇവിടേക്ക് പകർത്തി എഴുതി പഠിക്കുക. അക്ഷരങ്ങളൊക്കെ തെറ്റില്ലാതെ പഠിക്കാനൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ 13ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്? എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.